നാട്ടുകാരുടെ ദാഹമകറ്റുന്ന ഒരു ഓട്ടോ തൊഴിലാളിയുണ്ട് കാസർഗോഡ്. ബിരിക്കുളത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ജനാർദ്ദനാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മുടങ്ങാതെ യാത്രക്കാർക്കും മറ്റും ശുദ്ധജലം എത്തിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ജനാർദ്ദൻ ചേട്ടൻ എന്ന് നമുക്ക് വിളിക്കാം, വർഷങ്ങളായി മുടങ്ങാതെ ഇവിടെ 2 നേരം വെള്ളം എത്തിക്കുന്നുണ്ട്. കാണാം ജനാർദ്ദൻ ചേട്ടന്റെ ഒരു ദിവസത്തെ ചെറിയ ജീവകാരുണ്യ കഥ. രാവിലെ നേരത്തെ ഉറക്കമൊഴിയും, പിന്നീടുള്ള പോക്ക് കിണറ്റിൻ കരയിലേക്കാണ്. അങ്ങനെ ബക്കറ്റും കപ്പിയും തമ്മിലുള്ള യുദ്ധത്തിനു ശേഷം തെളിഞ്ഞ വെള്ളം പാത്രത്തിലേക്ക്. ഇനിയുള്ള യാത്ര 2 കിലോമീറ്റർ അകലെയുള്ള ബിരിക്കുളത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ്. ഇത് ബിരിക്കുളത്തിന്റെ എല്ലാമായ ജനാർദ്ദനൻ ചേട്ടൻ. നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം മുൻപന്തിയിൽ ഇദ്ദേഹം തന്നെ. ഓട്ടോ ഓടിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഇദ്ദേഹം 14 വർഷമായി മുടങ്ങാതെ ഇവിടെ എത്തുന്നവർക്ക് 2 നേരം ശുദ്ധജലം എത്തിക്കാറുണ്ട്. അതിനു പിന്നിലെ കഥ ജനാർദ്ദനൻ ചേട്ടൻ തന്നെ പറയും. ഒരു കുട്ടി ഹോട്ടലിലെ വെള്ളത്തിനായി കാത്തുനിന്ന് ഹോട്ടലിലെ ആൾക്കാർക്ക് തിരക്കുള്ള സമയത്ത് അവർ പോയ കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ കുട്ടീൻ്റെ ഒരു വിഷമം കണ്ടിട്ട് ഈ ഇബ്രാഹിം കുട്ടി ഹാജി എന്ന് പറഞ്ഞ അദ്ദേഹം ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കുടിവെള്ളത്തിനൊരു സംവിധാനം ഒരുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഒരു പാത്രം വാങ്ങിത്തരാമെന്ന് ഞങ്ങളോട് പറയുകയും അപ്പോൾ അത് സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. കഠിനമായ ചൂടിൽ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഏറെ ആശ്വാസമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ശുദ്ധജല സംവിധാനം. 14 വർഷമായിട്ട് ജനാർദ്ദനം മുടങ്ങാതെ സ്വന്തം വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇവിടെ 2 നേരവും കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ വെള്ളം ചിലപ്പോൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇടമുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്ന ഈ വെള്ളം ഇപ്പോഴും വേറെ വെള്ളമൊന്നും ഇല്ല, ഈ വെള്ളം ആശ്രയിക്കുന്ന എല്ലാവരും. കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഞാൻ ദിവസം ഇതുപോലെ ഒരു 4 ലിറ്റർ വെള്ളം ഇവിടുന്ന് കൊണ്ടുവരാം ഞങ്ങൾ. ബിരിക്കുളം ടൗണിലെത്തുന്നവരുടെ ദാഹമകറ്റാൻ ജനാർദ്ദനൻ ചേട്ടനുണ്ട്. അദ്ദേഹം അങ്ങനെ ഈ പൊരുവയിലെത്തും സ്നേഹജലം പകർന്നു നൽകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്. ജനാർദ്ദൻ ചേട്ടൻ കൊള്ളാം, പൊളിയാണ് അല്ലേ?